ആദ്യം ശ്രീ എൻ ശ്രീകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസം മുൻപ് അദ്ദേഹമാണ് ഈ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചത്. കാരണം ഇത്തവണ ആഘോഷങ്ങൾ പറ്റില്ലല്ലോ, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ. അതിനാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രസ് കാർഡും സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണ ഇറക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉള്ളതിനാൽ. മുഖ്യമന്ത്രി പക്ഷേ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ 3 വർഷങ്ങളാണ് കടന്നു പോയത് എന്ന അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ മാതൃകയായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു. അതിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് ദേശീയപാത വികസനം, അങ്ങനെയുള്ള വികസന പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖം, ഇതൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞു. പിന്നെ എതിർശക്തികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിഞ്ഞു. അത് ജനങ്ങളുടെ സഹകരണത്തോടെയാണ് കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ 3 വർഷത്തെ? എന്തായാലും പ്രതിപക്ഷം ഒരു മിനിമം പാസ് മാർക്ക് പോലും നൽകിയിട്ടില്ല. നോക്കൂ മഞ്ജുഷേ, സാധാരണഗതിയിൽ മന്ത്രിസഭാ വാർഷികം നടക്കുമ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാറുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് കണ്ടില്ല. പക്ഷെ അത് ഇതുകൊണ്ടല്ലേ, ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലല്ലേ? കാരണം അതിൽ പിന്നെ അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തേണ്ടി വരും. അതുകൊണ്ട് ചെയ്തില്ല എന്നതല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ലേഖനം എഴുതാനും പാടില്ലല്ലോ. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതും അദ്ദേഹം ഇന്നത്തെ, അതായത് മന്ത്രിസഭാ വാർഷികം 20-ാം തീയതി ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ലേഖനം എഴുതിയത് ഇന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഈ മന്ത്രിസഭയുടെ നായകനായ സഭാ നേതാവായ മുഖ്യമന്ത്രിക്ക് തന്നെ തനിക്കൊന്നും പറയാനില്ല എന്നൊരു തോന്നലുണ്ടായി കാണണം. കാരണം പത്രസമ്മേളനം നടത്തുക എന്നുള്ളത് മന്ത്രിസഭയുടെ നേട്ടങ്ങൾ വിവരിക്കാൻ പത്രസമ്മേളനം നടത്താമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയവരും അവരിതൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു ലേഖനം എഴുതാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ബൃഹത്തായ ലേഖനമൊന്നുമില്ല. അല്ല, ഉണ്ട്. ഇന്നത്തെ പാർട്ടി പത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പാർട്ടി പത്രത്തിൽ മാത്രമല്ല, അത് CPIയുടെ മുഖപത്രത്തിൽ ആ ലേഖനം കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണോ ഇന്നാണെന്നറിയാം. ഇന്നാണ്. അപ്പൊ അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതില് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ക്ഷേമ പെൻഷൻ, അതായത് 55 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, 1600 രൂപ. അത് കൊടുത്തു വരുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ലഭ്യമാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലഭ്യമാക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. കുടിശ്ശിയെ പറ്റി മിണ്ടിയിട്ടില്ല. 6 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് പറയാതെ 55 ലക്ഷം പേർക്ക് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭ്യമാക്കി വരുന്നതാണ്. അപ്പൊ ലഭ്യമാക്കി വരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. കൊടുക്കുന്നില്ല ഇപ്പൊ. ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്, ലഭ്യമാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുടിശ്ശിയെ കുറിച്ച് മിണ്ടുന്നില്ല. പിന്നെ സാധാരണ ഗതിയില് ഇവരുടെ ഈ മന്ത്രിസഭയുടെ ഒരു കൊടിയടയാളം എന്താണ്, ഒരു പദ്ധതി കൊടിയടയാളം എന്താണ്? അവരാകപ്പാടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലത്തെ എന്താണ്, ഈ ഗതാഗത വികസനവും അതുപോലെ വിഴിഞ്ഞം സ്വപ്ന പദ്ധതി. വിഴിഞ്ഞം പദ്ധതി ആര് കൊണ്ടുവന്നതാ? ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതല്ലേ. അത് ഇവരുടെ പദ്ധതിയിലേക്ക് മാറ്റി, ആയിക്കോട്ടെ. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരളിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിലും ഇല്ല, ഫേസ്ബുക്കിൽ വായിച്ചില്ല, ലേഖനത്തിൽ ഒരു വരി പോലും ഇല്ല. കേരളയിൽ വരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ ഒരു പദ്ധതി ഇവിടെ പോയി. പിന്നെ K-ഫോൺ, 14,000 പേർക്ക് K-ഫോണിന്റെ കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് കൊടുത്തു? അത് സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. പിന്നെ ഈ ദിവസം നമ്മൾ ഇന്ന് എന്താണ് കേൾക്കുന്നത്? വൈദ്യുതി നിരക്കിൽ സംബന്ധിച്ച, വൈദ്യുതി കൂടുതൽ വാടക കൊടുത്തു വാങ്ങിയെ സംബന്ധിച്ച് അതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് ആരാണ്? ഈ ജനങ്ങളാണ്. അപ്പൊ ഈ മന്ത്രിസഭാ വാർഷികത്തിൽ സമ്മാനം എന്താന്ന് ചോദിച്ചാൽ, ഈ വൈദ്യുതിയുടെ ഇരുട്ടടിയായിട്ടുള്ള ആ കുടിശ്ശിക മുഴുവൻ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതാണ് ഒരു പദ്ധതി നിങ്ങൾ പറയൂ? മറ്റേ AI ക്യാമറയെ കുറിച്ച് പറഞ്ഞു. പദ്ധതികളൊന്നുമില്ല, ആകെയുള്ളത് ദേശീയപാത വികസനം മാത്രമേ എടുത്തു പറയുവാൻ ഉള്ളൂ.